ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മേടിച്ച് കൊണ്ടുവന്ന വടമായിരുന്നു, അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ ഈ സമയത്ത് അരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് മൈദപ്പൊടി വെച്ചിട്ടുള്ള അളവാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പൊടി കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ മൈദ ഒന്ന് തരിച്ചെടുത്ത ശേഷം ഞാനതിലേക്ക് 1 കപ്പിന് 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്. ചെറുതായതിനെ കൊണ്ടാണ് കേട്ടോ 2 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 മതിയാവും. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്കായുടെ സീഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. കട്ടല്ലാതെ ഇളക്കിയെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നമുക്കിതൊന്ന് അരച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മിക്സറി ജാറിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ആ മിക്സറി ജാറിൽ എല്ലാം കൂടെ അങ്ങനെ പറ്റി പിടിച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൽ അങ്ങനെ മിക്സാക്കി എടുത്ത ശേഷം അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സറി ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തുള്ള പഞ്ചസാരല്ലേ, അത് നമ്മളുടെ ഒരു അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ആ പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. പഴമൊക്കെ നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് അതിലിങ്ങനെ കഷ്ണമായിട്ട് കിടക്കും. ഞാനിതപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മുഴുവനായിട്ട് നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പഴം. ഇടയിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എള്ള് കയ്യിലുള്ളവർ ചേർത്ത് കൊടുത്തോ കേട്ടോ. കാണാനും ഭംഗിയാണ്, കഴിക്കാൻ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം എള്ളും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് ഈ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി അതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് നിലക്കടലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആ നെയ്യിൽ കടന്നിട്ട് നിലക്കടല ഒന്നും അങ്ങ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയ്ക്കൊന്നും പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ. തേങ്ങയ്ക്കാണെങ്കിലും നട്ട്സിനാണെങ്കിലും പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ഇതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണോ അതിനനുസരിച്ചുള്ള തേങ്ങ എടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ് വരുന്നത് വരെ മാത്രം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർക്കേണ്ടവർക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. വളരെ കുറഞ്ഞ അളവിലുള്ളൊരു മധുരം മാത്രമേ ഇത് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണക്കമുന്തിരിയും അതുപോലെ ഈത്തപ്പഴം കട്ട് ചെയ്തിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതോടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കുക. അപ്പോൾ ഓരോ തവി മാവും കോരി ഒഴിച്ച ശേഷം ഇതുപോലെ ദോശ ചുട്ടെടുക്കുക. ചട്ടിയുടെ ചൂട് ശ്രദ്ധിക്കണം കേട്ടോ. ചൂട് ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ശരിയായിട്ട് കിട്ടില്ല. മുകൾ വശം ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത പാട് തന്നെ നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള ഫില്ലിങ്സ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഒന്ന് മടക്കിയെടുക്കുക. ഞാനിപ്പോൾ ഒരു ബോക്സ് പോലെയാണ് മടക്കിയെടുക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെറുതെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് വെറുതെ ചുരുട്ടി എടുത്താലും മതി കേട്ടോ. അതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു ബോക്സിൻ്റെ ഷേപ്പിൽ അങ്ങനെ ആക്കി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ആക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ഒട്ടി അവിടെ ഇരുന്നോളൂ കേട്ടോ. ഫില്ലിങ്സ് ഒന്നും പുറത്ത് പോവുമൊന്നുമില്ല. അങ്ങനെ ഇതപ്പോൾ നമ്മുടെ സ്നാക്ക് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സ്നാക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്ക് കേട്ടോ.
അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി ചെയ്യാനുണ്ട്, അതും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ്, നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണേ. ഇതാ അപ്പം നമ്മുടെ സ്നാക്കൊക്കെ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നട്ട്സൊക്കെ ഇടയിൽ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.